രണ്ടാമത്തെ പത്തിനെ പറ്റി പറഞ്ഞത് മഗ്ഫിറത്തിന്റെ പത്ത് എന്നല്ലേ? വിശാലമായി അള്ളാഹിനോട് മഗ്ഫിറത്ത് ചോദിക്കണം. ചെറുതും വലുതും എല്ലാ സംഗതികളും അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. ശരിക്കൊരു തൗബയുടെ മനസ്ഥിതിയുമായി റബ്ബിനോട് മാപ്പിനെ ചോദിക്കണം. ശരിക്കും മഗ്ഫിറത്ത് ചോദിക്കണം. ആ ചോദിക്കുന്നത് നമ്മുടെ കണ്ണും ഖൽബും അറിഞ്ഞ് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോ അല്ലാഹു തആല നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു തരും. എന്താണ് ഉദ്ദേശം? നമുക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് വേണം. അല്ലാഹ് പാപം പൊറുത്ത് നമ്മളെ നന്നാക്കണം. പാപം പൊറുക്കപ്പെട്ടവരിൽ നമ്മൾ ഉൾപ്പെട്ട് കിട്ടുകയും വേണം. റമളാനിന് അങ്ങനത്തെ ഒരു ആത്മീയമായ ചൈതന്യമുണ്ട്. അത് ശരിയായി ചോദിച്ചു ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വല്ലാത്ത ഹരമാണ്. ചോദിച്ചാൽ അല്ലാഹ് പുറത്തു തരൂലേ? പുറത്തു തരും. നാട്ടുകാരൊന്നും പൊറുക്കൂല എന്ന് പറഞ്ഞാലും അല്ലാഹു തആല പുറത്തു തരും. ആ പുറത്തു തരാൻ ഒറ്റ കാരണമാണ് ചോദിക്കുന്നവൻ പൊറുക്കണമെന്ന ശരിയായ നിയ്യത്തോടെ ചോദിക്കണം. അതേ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുന്ന ഇസ്തിഗ്ഫാറില്ലേ, അത് ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു ഒറ്റമൂലികയാണ്. പാപം പൊറുക്കാൻ മാത്രമല്ല, മുറാദ് ഹാസിലാകാനൊക്കെ ഏറ്റവും നല്ലൊരു വിഷയം അതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു നാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇശാ നിസ്കാരത്തിന് ഒരു പള്ളിയിലെത്തി. നിസ്കാരം കഴിഞ്ഞപ്പോ പള്ളി അടക്കാനുള്ള ആളിങ്ങനെ കാത്തു നിൽക്കാണ്. അപ്പൊ ഒരാള് പള്ളിയിൽ നിസ്കരിച്ച് ദിക്റിലോട്ട് നിൽക്കണം, മുപ്പര് നീക്കണില്ല. ഇത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണ്. അപ്പോ മഹാനവറുകൾക്ക് ഇപ്പൊ വീട്ടിൽ പോകാൻ കഴിയൂല, കാരണം കുറെ ദൂരത്താണ്, അങ്ങോട്ട് പോയാൽ എത്തൂല. മഹാനവറുകളുടെ ഉദ്ദേശം തൽക്കാലം അവിടെ കൂടിയിട്ട് രാവിലെ പോകാന്നാണ്. അപ്പൊ അവരോട് പറഞ്ഞു, ഞാനിന്ന് ഇവിടെ താമസിച്ചോട്ടെ. ഇവിടെ താമസിക്കാൻ പറ്റൂല, ഇവിടെ പള്ളി പൂട്ടിയെന്ന് ഇവിടുത്തെ നിയമമാണ്. ഇവിടെ പള്ളിയിൽ അങ്ങനെ പലർക്കും അനുവാദം കൊടുത്ത് രാവിലെ നോക്കുമ്പോ പള്ളിനെ പലതും കാണാനില്ല. അപ്പൊ ഇവിടുത്തെ ആൾക്കാർ തീരുമാനിച്ചു തെറ്റൊന്നുമില്ല, തീരുമാനിച്ചു ഇതെപ്പോഴും നിശാസ്കാരം കഴിഞ്ഞാൽ ഭദ്രമായി പൂട്ടിയിട്ട് സുബൈന്റെ മുമ്പ് തുറന്നാ മതി, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, ഞാൻ അഹ്മദ് ബിൻ ഹംബലാണ്, നിങ്ങൾ ഏത് ഹംബലാലും കുഴപ്പമില്ല, ഇപ്പൊ ഇവിടുന്ന് പോണോ? ഉത്തരവാദപ്പെട്ട ആളെങ്ങനെ പറഞ്ഞു, നിങ്ങളിപ്പോ ഇവിടുന്ന് പോകണം, സംഗതി നിങ്ങൾ ഇവിടെ നിൽക്കാൻ വേണ്ടി അഹ്മദ് ബിൻ ഹംബലെന്നും ഇബ്രാഹിമിനെന്നൊക്കെ പറയും, പക്ഷെ അതൊന്നും കേൾക്കൂല. നിങ്ങൾ പോണെന്ന് പറഞ്ഞു. പോണെന്ന് പറഞ്ഞാൽ പിന്നെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വാശിക്കുന്നില്ല, അവിടുന്ന് പോന്നു. അങ്ങനെ പുറത്തു നിന്ന് ഏതെങ്കിലും ഒരു വീട്ടില് രാത്രി താമസം കിട്ടിയാൽ രാവിലെ പോകാലോ. അല്ലാഹു തആലാന്റെ ഒരു നിശ്ചയം നോക്ക് നിങ്ങൾ. ആ പള്ളിയിൽ നിന്ന്, ഭവനത്തിൽ നിന്ന് അല്ലാഹു തആല ഇറക്കി കുറച്ചങ്ങ് നടന്നപ്പോ ലൈറ്റുള്ളൊരു വീട് കണ്ടപ്പോ അങ്ങോട്ട് കയറിയിട്ട് ചോദിച്ചു, ഞാനിന്ന് രാത്രി ഇവിടെ നിന്നോട്ടെ? ആ രാത്രി നിന്നോളൂ, നാളെ രാവിലെ പോയിക്കോളാം. നിങ്ങൾ ആരാ? ഞാനൊരു മുസാഫിർ, യാത്രക്കാരനാണ്. പേരും നാളൊന്നും പറഞ്ഞില്ല, ഞാനൊരു യാത്രക്കാരനാണ്. അങ്ങനെ രാത്രി പിന്നെ വീട്ടിലേക്ക് പോയാൽ എത്തൂല, ഞാൻ ഇവിടെ കയറി ഇവിടെ നിന്നോളാം. നിന്നോളിന്ന് പറഞ്ഞു. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ റൂമിൽ കയറി താമസിച്ച് ഞാനങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോ അപ്പുറത്തെ റൂമിൽ നിന്നുണ്ട് ആ വീട്ടിലെ കുടുംബക്കാരൻ, ആ വീട്ടിലെ ഉപ്പ ഇസ്തിഗ്ഫാർ ചെല്ലുന്നുണ്ട്. ഇസ്തിഗ്ഫാറിന്റെ 100-150 ചെല്ലോട് ചെല്ലുന്നെ. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ തീരുന്നില്ല, എത്രയാ ചെല്ലുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉറക്കം വരാതുകൊണ്ട് അയാളൊന്ന് ചോദിച്ചാലോ, എന്താ നിങ്ങൾക്ക് വല്ല പ്രത്യേക മുറാദുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മഹാപാപം ചെയ്തിട്ട് അല്ലാഹു തആലാനോട് കേണപേക്ഷിക്കാണോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി. അയാൾ എത്തി ചെന്നിട്ട് ഞാൻ ചോദിച്ചു, അല്ല സുഹൃത്തെ, കുറെ നേരമായല്ലോ ഇസ്തിഗ്ഫാർ ഇങ്ങനെ കേൾക്കുന്നത്, ഉറങ്ങൊന്നും വേണ്ട, എത്ര നേരായി? നിങ്ങൾ ഈ ഇസ്തിഗ്ഫാറിന് പിന്നിൽ വല്ല ലക്ഷ്യമുണ്ടോ? എത്ര കൊല്ലായി? ഏകദേശം ഒരു 10-20 കൊല്ലായി ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങിയിട്ട്. ഒരൊറ്റ മുറാദ് കൂടി സാധ്യമായി കിട്ടേണ്ടതുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദുന്യാവിൽ നിൽക്കാനൊന്നും വലിയ പൂതിയൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ അല്ലാഹു തആല തന്ന തൗഫീഖ് കൊണ്ട് ഞാൻ ഏകദേശമൊക്കെ ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട്. സ്വീകരിക്കണ അല്ലാന്റെ അടുത്താണ്. ഞാനിപ്പോ ചോദിക്കുന്ന ഒന്നുകൂടി കിട്ടണം, അതിനാണ്. എന്താ നിങ്ങളെ ചോദ്യം? നാടുനീള അറിയപ്പെടുന്ന 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ളൊരു മഹാപണ്ഡിതനുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു എന്നാണ് ആ മഹാന്റെ പേര്. ഞാൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് മരിക്കുന്നതിന്റെ മുമ്പ് ആ സ്വാലിഹായ മഹാനെ കണ്ടൊന്ന് മരിക്കണേ. 10-20 കൊല്ലമായി പതിവായി ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തുടങ്ങിയിട്ട് ഇതങ്ങ് കേട്ടപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
നിങ്ങളാ പറയുന്ന അഹ്മദ് ബിൻ ഹംബൽ ഞാനാണ്. ഇസ്തിഗ്ഫാർ നിർത്താൻ നേരമായിട്ടുണ്ടേ. നിങ്ങൾ പറയുന്ന അഹ്മദ് ബിൻ ഹംബൽ നിങ്ങൾ ഞാനാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ആലിംഗനം ചെയ്ത് മുസാഫഹത്ത് ചെയ്ത് ആദരിച്ചു ബഹുമാനിച്ചു. റബ്ബേ, എനിക്ക് കണക്കാക്കിയ അവധി നീ എപ്പോഴാണോ തരുന്നത് ഞാനത് സ്വീകരിക്കാനൊരുക്കമാണ്. കാരണം ഈ ദുനിയാവിൽ എനിക്ക് ബാക്കിയുള്ളൊരു അഭിലാഷമാണ് 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ളൊരു മഹാപണ്ഡിതൻ ഇമാമു അഹ്ലിസ് സുന്നഹ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ഒന്ന് കാണണം. കണ്ടല്ലോ അല്ലാഹ്, ഇനി എനിക്ക് ഏറെ മറ്റൊരു താല്പര്യവുമില്ല. ഇനി നിന്റെ അടുത്തേക്ക് വരാൻ നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ റെഡിയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. സഹോദരങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം കൊണ്ട് സാധ്യമാക്കിയെടുത്തോ നോക്ക് നിങ്ങൾ. ഏതോ നാട്ടിലുള്ള അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആ നാട്ടിലെത്തി. പള്ളിയിൽ കയറി കിടക്കാൻ കഴിഞ്ഞില്ല. ഇറങ്ങി പുറത്തു നടന്നപ്പോൾ അതേ വീട്ടിൽ തന്നെ എത്തി. അല്ലാഹുവല്ലേ എവിടെ എത്തിച്ചത്? ആ വീട്ടിൽ തന്നെ താമസം കിട്ടി. ആ വീട്ടുകാരന്റെ ഇസ്തിഗ്ഫാർ കേട്ടു. മുറാദ് ഹസിലായി കിട്ടി. റമളാനിന്റെ നടുവിലെ 10 മഗ്ഫിറത്തിന്റെ 10 നല്ല പാപക്കറകളൊക്കെ കണ്ണീര് കൊണ്ട് കഴുകിക്കളയണം. മൃദുലമായ മനസ്സോടെ അള്ളാനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണം. പാപം പുറത്തു കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. ഒരു പാപക്കറയുമില്ലാത്ത, ഒരു പാപത്തിന്റെ ആരോപണം പോലും വരാത്ത ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയില്ലേ? പാപം ചെയ്തിട്ടാണോ ഇസ്തിഗ്ഫാർ ചെയ്യാറുള്ളത്? അല്ലേ? അല്ല. റബ്ബേ, നീ തന്ന ശുക്ർ, നീ തന്ന നിഅമത്ത്, അത് കയ്യും കണക്കുമില്ലാത്ത നിഅമത്തല്ലേ? ലോകത്തെ ഏറ്റവും അഫ്ളലായ വ്യക്തി ഞാനാണല്ലോ അല്ലാഹ്. നബിതങ്ങളെ ഭാവനയാണ്. ഏറ്റവും അഷ്റഫുൽ ഖൽഖ് ഞാനാണ്, അഫ്ളലുൽ ഖൽഖ് ഞാനാണ്. മുർസലീങ്ങളിൽ മാത്രം അഫ്ളലായ ആള് എന്നല്ല, അഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി. നിരുപാധികം പറഞ്ഞാൽ, ഒരാളിലേക്കും ചേർത്തി പറയാതെ നിരുപാധികം പറഞ്ഞാൽ, സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നേതാവ് ഞാനാണല്ലോ അല്ലാഹ്. നീ തന്ന മഹോന്നതമായ ആ സ്ഥാനത്തിന് എനിക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടതുപോലെ ഒത്തിട്ടില്ലല്ലോ അല്ലാഹ്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, നീ നിന്റെ നിഅമത്ത് എനിക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. കുറ്റം ചെയ്തതിന്റെ കണക്കനുസരിച്ചുള്ള ഇസ്തിഗ്ഫാർ അല്ല. കാരണം കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ശത്രുക്കൾ വരെ അതിൽ ഐക്യ കണ്ടേനയല്ലേ സംസാരിച്ചത്? അബൂ സുഫിയാൻ പറഞ്ഞില്ലേ, ഹിജ്റ 6-ാം വർഷം 7-ാം വർഷത്തിലാണ് അബൂ സുഫിയാൻ ഹിറക്കിൽ ചക്രവർത്തി ചർച്ചയ്ക്ക് വിളിച്ചത്. അബൂ സുഫിയാൻ അന്ന് കച്ചവട സംഘത്തോടൊപ്പം ഷാമിൽ പോയതാണ്. ഹിറക്കിൽ ചക്രവർത്തിക്ക് എഴുത്ത് കിട്ടിയിട്ട് അബൂ സുഫിയാനെ വിളിച്ചതാണ്. അബൂ സുഫിയാനെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട്, അബൂ സുഫിയാന്റെ കൂടെയുള്ള ആളുകളെ മറ്റൊരു ഭാഗത്ത് നിർത്തിയിട്ട് പരിഭാഷപ്പെടുത്തുന്ന ട്രാൻസ്ലേറ്ററോട് ഹിറക്കിൽ ചക്രവർത്തിക്ക് ശരിയായ അറബി വശമില്ല. ഹിറക്കിൽ ചക്രവർത്തി അവരെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് പറയുന്നത്. നല്ല അറബി അറിയുന്ന ഒരാളെ നിർത്തിയിട്ട് കൂടെയുള്ള ആളുകളോട് പറയുന്നു, ഇത് നിങ്ങളെ നേതാവല്ലേ? നേതാവാണ്. കച്ചവട സംഘത്തിലെ നേതാവല്ലേ? നേതാവാണ്. നാട്ടിലും നേതാവല്ലേ? നേതാവാണ്. അബൂ സുഫിയാനെ ചൂണ്ടിയിട്ടാ പറയുന്നത്. നേതാവായ അബൂ സുഫിയാൻ വല്ല നുണയും പറഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കരുത്. നുണയാണെന്ന് തുറന്നു പറയണേ. അതിന് വേണ്ടത് നിങ്ങൾക്ക് പാരിതോഷികം ഞാൻ തരും. രാജാവ് പറയാണ്, സത്യമായി പറയുന്നതേ നിങ്ങൾ അംഗീകരിക്കാവൂ. അബൂ സുഫിയാൻ പിന്നീട് പറഞ്ഞില്ലേ, എന്നോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും കൃത്യമായ മറുപടി പറയാൻ
അള്ള എന്റെ നാവിന് തൗഫീഖ് നൽകി. അന്ന് അബൂ സുഫിയാൻ നബി തങ്ങളെ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ചോദിക്കുന്ന ചോദ്യത്തിന് അതല്ലാതെ പറയാൻ മറ്റൊരു വകുപ്പില്ല തന്നെ. കൂട്ടത്തിൽ ഹിറക്കിൽ ചക്രവർത്തി ചോദിച്ചല്ലോ, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി, ആ വന്ന റസൂലിനെ, ആ വന്ന നബിയെ വല്ല കളവും പറഞ്ഞു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ, സംശയിക്കുന്നുണ്ടോ? കളവ് പറഞ്ഞത് ഓർമ്മണ്ടോന്നല്ല, കളവായി പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കാൻ പറ്റിയ വല്ലതുമുണ്ടോ എന്നാ ചോദിക്കുന്നത്. അബൂ സുഫിയാന്റെ മറുപടി എന്താണ്? ഇല്ലേ ഇല്ല. ഒരൊറ്റ വാക്കിലും പ്രവൃത്തിയിലും അങ്ങനെ ഒരു സംശയമേ ഇല്ല. ഹിറക്കിൽ ചക്രവർത്തി ചോദിച്ചില്ലേ, ഫമാദായ ഉമുറുക്കും, ആ വന്ന നബി എന്താ നിങ്ങളോട് കൽപ്പിക്കുന്നത്? കാന യഉമുറുനാ ബിൽ അഫാഫി വസ്സദഖതി വസ്സലാഹി വഇത്ആമിത് തആം വസിലത്തിൽ അർഹാം. കുടുംബബന്ധം പുലർത്താനും പതിവൃത്തതയിലായി ജീവിക്കാനും പരിശുദ്ധ സ്വഭാവം സ്വീകരിക്കാനും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാനും ഇങ്ങനെയുള്ള സുഹൃതങ്ങളാണ് ഞങ്ങളോട് കൽപ്പിക്കാറുള്ളത്. ഇതൊക്കെ കേട്ടിട്ടല്ലേ ഹിറക്കിൽ ചക്രവർത്തി പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ അതൊരു നബി തന്നെയാണ്, അതിൽ സന്ദേഹമില്ല. അബൂ സുഫിയാൻ പറഞ്ഞത്, ആ നേരത്തെങ്ങാനും ഞാനൊന്ന് വളച്ചൊടിച്ച് പറഞ്ഞെങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ അപമാനം കൊള്ളുന്ന ആള് ഞാനാകുമായിരുന്നു. എത്ര കൃത്യതയോടെയാണ് അബൂ സുഫിയാൻ അത് പറയുന്നത്. അബൂ സുഫിയാനോട് ചോദിച്ചു, ആ നബിയായിട്ട്, ആ വന്ന നബിയായിട്ട് നിങ്ങൾ വല്ല കരാറിലും ഏർപ്പെട്ടിട്ടുണ്ടോ? ഇപ്പൊ എന്താ അബൂ സുഫിയാൻ പറഞ്ഞത്? ഇപ്പൊ ഞങ്ങളൊരു കരാറിലാണ്. തൊട്ട് മുമ്പത്തെ വർഷമാണ് ഹുദൈബിയ കരാർ നടന്നത്, ഹിജ്റ 6-ാം വർഷത്തിൽ. ഇപ്പൊ ഞങ്ങളൊരു കരാറിലാണ്. ആ കരാർ എങ്ങനെയുണ്ട്? ആ കരാറിലൊന്നും ഒരു മാറ്റമില്ല. എഴുതിയ നിയമങ്ങൾ ഞങ്ങളെ ഭാഗത്തും അല്ല അപാകതയും വന്നു എന്നല്ലാതെ അപ്പുറത്തും ഒരു അപാകതക്കൊരു ചാൻസും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആർക്ക് ആരോപിക്കാൻ പറ്റും? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റി ഒരു ദമ്പ് ആരോപിക്കാൻ? ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന അങ്ങനെയല്ല, അങ്ങനെ ധരിക്കാനും പറ്റൂല. അങ്ങനെ ബുദ്ധിയുള്ള മനുഷ്യൻ തീരെ ധരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റി അങ്ങനെ ധരിക്കാനാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇസ്തിഗ്ഫാർ അല്ലാഹു തആല നൽകിയ താമായ നിഅമത്തിനുള്ള ശുക്ർ യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന നിലക്കുള്ള ഇസ്തിഗ്ഫാറാണ്. അപ്പൊ ആ ശുക്രിന്റെ തമാമിന് വേണ്ടിയാണ് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് അവിടുന്ന് തേടുന്നത്. ദമ്പിന്റെ പേരിലാണെന്ന് വിശ്വസിക്കുന്നത് കടുത്ത തെറ്റാണ്. അങ്ങനെ വിശ്വസിക്കാൻ ഒരു നിലക്കും പാടില്ല. ഒരു മുസ്ലിമിന് കഴിയില്ല അങ്ങനെ വിശ്വസിക്കാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട മാസം. കെഞ്ചി ചോദിക്കണം അല്ലാഹുവോട് തെറ്റിന്. ജനങ്ങളൊന്നും അറിയാത്ത സ്വകാര്യ തെറ്റുകൾ, ആളുകൾ അറിഞ്ഞിട്ടും നമുക്ക് പ്രശ്നമില്ലാത്ത തെറ്റുകൾ ഒക്കെ പുറത്തു തരുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവോട് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ അല്ലാഹു പുറത്തു തരും.